നമസ്കാരം. ഇന്ത്യൻ നാവികസേന കസറുകയാണ്. കടലിൽ നാവികസേന അതിശയകരമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. തന്ത്രപ്രധാനമായ കടൽപാതകളിലെ വ്യാപാര കപ്പലുകളെ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സമുദ്ര സുരക്ഷയിൽ ഇന്ത്യൻ നാവികസേന വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ്. കടൽ കൊള്ളക്കാരുടെ ഭീഷണികളിൽ നിന്ന്, വെല്ലുവിളികളിൽ നിന്ന് നിരവധി വാണിജ്യ കപ്പലുകളെ സഹായിച്ച ഇന്ത്യൻ നാവികസേനയുടെ വിവിധ ദൗത്യങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെയാണ് പ്രതിരോധ മന്ത്രി പ്രശംസിച്ചത്. പുതിയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള നാവികസേനയുടെ നിർദ്ദേശം ക്രിയാത്മകമായി പരിഗണിക്കാനുള്ള സർക്കാരിന്റെ സന്നദ്ധതയെക്കുറിച്ചുള്ള സൂചനകളും പ്രതിരോധ മന്ത്രി നൽകി കഴിഞ്ഞു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ പൂർണ്ണമായും സ്വാശ്രയമാക്കുന്നതായിരിക്കും പുതിയ സർക്കാരിന്റെ ശ്രദ്ധയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വിഭാവനം ചെയ്ത സ്പെസിഫിക്കേഷനുകൾക്കൊപ്പം 40,000 കോടി രൂപയോളം ചിലവ് കണക്കാക്കുന്ന 45,000 ടൺ സ്ഥാനചലനമുള്ള പുതിയ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിനായി നാവികസേന ശക്തമായ ചുവടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തന്ത്രപ്രധാനമായ ജലപാതകളിലെ നാവികസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സേന വലിയ പ്രശംസ അർഹിക്കുന്നുണ്ടെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് ഇന്ത്യൻ നാവികസേന പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഏദൻ ഉൾക്കടലിലെയും നിരവധി വ്യാപാര കപ്പലുകൾക്കും ചെങ്കടലിന് ചുറ്റുമുള്ള തന്ത്രപ്രധാനമായ ജലപാതകൾക്കും ആക്രമണത്തെ തുടർന്ന് സഹായം നൽകിയിരുന്നു. കഴിഞ്ഞ മാസം അവസാനം 22 ഇന്ത്യക്കാരുൾപ്പെടെ 30 ജീവനക്കാരുമായി ക്രൂഡ് ഓയിൽ ടാങ്കറിന് ഇന്ത്യൻ നാവികസേന അതിവേഗം സഹായം നൽകിയിരുന്നു. കപ്പൽ ഹൂതി തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിന് വിധേയമായിരുന്നു. ചെങ്കടലിലെ വിവിധ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ആഗോളതലത്തിൽ തന്നെ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ജനുവരി മുതൽ മേഖലയിലെ നിരവധി കപ്പലുകളിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം നാവികസേന പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൈകൾ സമാധാനത്തിനായി അവിടെ എത്തി എന്നുള്ളതാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവികർക്ക് കൂടുതൽ കരുത്തു പകരുന്ന നീക്കങ്ങളിലേക്കാണ് പ്രതിരോധ മന്ത്രാലയം കടക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കമ്മീഷൻ ചെയ്തത്. ഏകദേശം 23,000 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച INS വിക്രാന്തിന് അത്യാധുനിക വ്യോമ പ്രതിരോധ ശൃംഖലയും കപ്പൽവേധ മിസൈൽ സംവിധാനവുമുണ്ട്. 30 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾക്കൊള്ളാനുള്ള ശേഷിയുമുണ്ട്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക ശക്തിയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും നേരിടാൻ നാവികസേന കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾക്കായി നീക്കങ്ങൾ നടത്തുകയാണ്. നിലവിൽ ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്, INS വിക്രമാദിത്യ, അതേപോലെ INS വിക്രാന്ത്. പ്രതിരോധ രംഗത്തെ ഉന്നമനങ്ങളെ പറ്റി രാജ്നാഥ് സിംഗ് ശരിക്കും പറഞ്ഞാൽ വാചാലനായിരുന്നു എന്ന് വേണം പറയാൻ. 2023-24 ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ കയറ്റുമതി ആദ്യമായിട്ട് 21,000 കോടി രൂപ കടന്നുവെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ ഇത് 50,000 കോടി രൂപയായി ഉയർത്താനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും സമുദ്ര സുരക്ഷയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തിവരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ നവീകരണത്തിന്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനും നിർണായക നീക്കങ്ങളിൽ ഒളിഞ്ഞുനോട്ടം നടത്താനും വലിയ നീക്കങ്ങളാണ് ചൈനയും പാകിസ്ഥാനും നടത്തുന്നതും. അപ്പോ കൂടുതൽ പരിഷ്കാരങ്ങളിലൂടെ, കൂടുതൽ പുതിയ പദ്ധതികളിലൂടെ സൈനികർക്ക് കൂടുതൽ കരുത്തു പകരുന്ന നീക്കങ്ങൾക്കാണ് പ്രതിരോധ മന്ത്രാലയം കടക്കുന്നത്. ഇന്ത്യൻ നാവികർ ഒരു പ്രത്യേക കരുത്തുള്ളവർ തന്നെയാണ്. മറ്റ് രാജ്യങ്ങൾക്കും ഇന്ത്യൻ നാവികർ കരുത്തായി, ശക്തിയായി മാറാറുണ്ട്. എല്ലാവർക്കും സഹായമൊരുക്കി ഇന്ത്യൻ നാവികസേന സദാ പ്രവർത്തിക്കുകയുമാണ്. രാജ്യങ്ങളുടെ പദവിയോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പതാകയുടെ നിറമോ നോക്കിയല്ല ഇന്ത്യൻ നാവികർ സഹായം നൽകുന്നത് എന്ന് നേരത്തെയും മന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് മികച്ചത് തന്നെയാണ്. സുരക്ഷ ഒരുക്കുന്നതിൽ അവർ ഏറ്റവും മുൻപന്തിയിൽ തന്നെയുമാണ്.